എല്ലാവർക്കും PSC വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തമ്പനയിലിൽ കണ്ടതുപോലെ തന്നെ PSC പഠനത്തിനായി രാവിലെ നേരത്തെ എങ്ങനെ എഴുന്നേൽക്കാം എന്നുള്ളതാണ്. നേരത്തെ എഴുന്നേൽക്കാൻ എന്തൊക്കെ ടിപ്സാണ് നമുക്ക് എടുക്കാൻ പറ്റുക, അതുപോലെ തന്നെ എഴുന്നേറ്റാലുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ നമ്മൾ എന്ത് മാറ്റമാണ് അത് ഉണ്ടാക്കുക എന്നുള്ളതൊക്കെയായിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് നോക്കാം. ആദ്യം തന്നെ നിങ്ങൾ തിരിച്ചറിയേണ്ടത് നിങ്ങൾ രാത്രി ഇരുന്ന് പഠിക്കുന്ന ഒരു വ്യക്തിയാണോ അതോ രാവിലെ നേരത്തെ എഴുന്നേറ്റിരുന്ന് പഠിക്കുന്ന ഒരു വ്യക്തിയാണോ എന്നുള്ളതാട്ടോ. അപ്പോൾ രാത്രി ഇരുന്ന് പഠിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ അവർ രാവിലേക്ക് മാറ്റി വെക്കാതെ രാത്രി തന്നെ ഇരുന്ന് പഠിക്കുന്നതാണ് നല്ലത്. അതല്ല രാവിലെ നേരത്തെ എഴുന്നേൽക്കാൻ കുഴപ്പമില്ലാത്തവരാണെങ്കിലാണ് ഇതിന് തയ്യാറെടുക്കേണ്ടത് കേട്ടോ. രാത്രി ഇന്ന് പഠിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിക്ക് രാവിലെ നേരത്തെ എഴുന്നേറ്റ് പഠിക്കുന്നത് ചിലപ്പോൾ അത്രയും ക്യാച്ച് ചെയ്യണമെന്നുണ്ടാവില്ല. അതുപോലെ തന്നെ രാത്രി വൈകിട്ടായിരിക്കും കിടക്കുക അല്ലേ. രാവിലെ നേരത്തെ എഴുന്നേൽക്കുക എന്ന് പറയുന്നതും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ ആ ഒരു ദിവസത്തെ മൊത്തം അത് ബാധിക്കും കേട്ടോ, ഒരു ഉഷാറില്ലാത്ത പോലെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആദ്യം അത് തിരിച്ചറിയുക. നിങ്ങളെ കൊണ്ട് പറ്റും എന്നുള്ള മനസ്സാന്നിധ്യം നിങ്ങൾക്ക് വേണം. അതുണ്ടെങ്കിൽ മാത്രം രാവിലെ എഴുന്നേറ്റ് പഠിക്കാം. ഇനി നമുക്ക് നേരത്തെ എങ്ങനെ എഴുന്നേൽക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ അലാം വെക്കേണ്ടി വരും അല്ലേ. അല്ലാതെ നമ്മൾ ആരെയും വിളിച്ചു വിടാനുണ്ടെങ്കിൽ ഓക്കെ, അച്ഛനും അമ്മയൊക്കെ നേരത്തെ എഴുന്നേറ്റ് വിളിച്ചു വിടാനുണ്ടെങ്കിൽ ഓക്കെ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അലാം വെക്കണം. അപ്പം വെക്കുമ്പോൾ നമ്മൾ ദൂരെ വെക്കുക. ഫോണിലാണെങ്കിലും എന്തിലാണെങ്കിലും നമ്മൾ ദൂരെ വെക്കുക. നടന്ന് പോയിട്ട് ഓഫ് ചെയ്യാൻ പറ്റുന്ന പോലെ വെക്കുക. അങ്ങനെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ എഴുന്നേറ്റ് നടക്കുമ്പോൾ നമ്മളെ മനസ്സിൽ ആ ഒരു ചിന്ത വരും, ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ് അലാം വെച്ചത് എന്നുള്ളത്. ഇനി അത് ഓഫാക്കിയിട്ട് കിടക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം, അതായത് വിചാരിക്കേണ്ട കാര്യം, എല്ലാവരും ഈ സമയത്ത് ഇരുന്ന് പഠിക്കുകയാണ് അടുത്ത എക്സാമിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ സമയത്ത് ഞാൻ കിടന്നുറങ്ങുമ്പോൾ എത്രത്തോളം സമയവും എല്ലാം എനിക്ക് നഷ്ടമാവുന്നുണ്ടെന്നുള്ളത് ചിന്തിക്കുക. ഈ സമയത്ത് ഓരോരുത്തരും ഇരുന്ന് പഠിക്കുന്നുണ്ടെന്നുള്ള ഒരു ബോധം നമ്മൾ ഉൾക്കൊള്ളുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് എഴുന്നേറ്റ് പഠിക്കാനൊരു എനർജി കിട്ടും. പിന്നെ എഴുന്നേറ്റ ഉടനെ അങ്ങനെ വന്നിരുന്ന് പഠിക്കുകയല്ല. പല്ലെല്ലാം തേച്ച് മുഖമെല്ലാം കഴുകി ഫ്രഷായി ഒരു ചായ ഇട്ട് കുടിക്കുന്നവരാണെങ്കിൽ ചായ എല്ലാം ഇട്ട് കുടിച്ച്, അല്ലെങ്കിൽ ചൂടുവെള്ളം എന്തെങ്കിലുമൊക്കെ കുടിച്ച് അങ്ങനെ റെഡി ആയിട്ട് വന്നിട്ട് വേണം ഇരിക്കാൻ കേട്ടോ. കുറച്ച് ആക്റ്റീവായിട്ട് വേണം ഇരിക്കാൻ. പിന്നെ ഈ ഒരു സമയത്ത് നമുക്ക് ഏറ്റവും ടഫുള്ള ഒരു ഭാഗമാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അത് പഠിച്ചെടുക്കാൻ കഴിയും. എപ്പോഴും പഠിക്കുന്ന കോമൺ ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഭാഗങ്ങൾ ഈ സമയത്ത് തിരഞ്ഞെടുക്കാതിരിക്കുക. ഇനി നിങ്ങൾക്ക് പഠിക്കാനിരിക്കുമ്പോൾ തീരെ ഇൻട്രസ്റ്റ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഭാഗത്തിലത്തെ ഒരു ടോപ്പിക്ക് ഒരു 5 മിനിറ്റ് പഠിക്കാം. അതിനുശേഷം നമ്മൾക്ക് ഏറ്റവും ടഫായിട്ടുള്ള ആ ഭാഗത്തിലേക്ക് കടന്നു വരാം. പിന്നെ ഇങ്ങനെ രാവിലെ എഴുന്നേൽക്കുന്നത് കൊണ്ടുള്ള ഗുണം നമ്മൾ മനസ്സിലാക്കാം. എന്താണെന്ന് വെച്ചാൽ കൂടുതൽ ടൈം കിട്ടും നമുക്ക് പഠിക്കാനല്ലേ. നമ്മൾ രാവിലെ എന്നും എഴുന്നേൽക്കുന്നതിനേക്കാൾ നേരത്തെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് പഠിക്കാൻ കൂടുതൽ സമയം കിട്ടുകയാണ്. അതിലൂടെ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പഠിച്ചെടുക്കുകയാണ്. പിന്നെ നമ്മുടെ ഒരു സൂപ്പർ ടൈമായിരിക്കും രാവിലെ എഴുന്നേൽക്കുന്നവർക്ക്. അതൊരു സൂപ്പർ ടൈമാണ്. കാരണം പകൽ 4-5 മണിക്കൂറൊക്കെ പഠിക്കുന്നത് രാവിലെ ആ ഒരു 2 മണിക്കൂർ പഠിക്കുമ്പോഴേക്കും തന്നെ നമുക്ക് അതെല്ലാം ഉൾക്കൊള്ളാനും പറ്റും. അപ്പോൾ അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. രാവിലെ എഴുന്നേൽക്കാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്തു നോക്കൂ. ഉറപ്പായിട്ടും നിങ്ങൾക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പിന്നെ നേരത്തെ എഴുന്നേൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് പ്ലാൻ ചെയ്യാം അല്ലേ. ഇന്നത്തെ ദിവസം എന്തൊക്കെ പഠിക്കണം അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പ്ലാൻ ചെയ്യാം. പിന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ രാവിലെ ടഫ് സബ്ജക്റ്റും SCRTയും നിങ്ങൾ ഉൾപ്പെടുത്തുക. SCRT മസ്റ്റാണല്ലോ നമ്മുടെ എക്സാമിന്. അപ്പോൾ SCRT രാവിലെ തന്നെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തലയിൽ അത് നിൽക്കും കേട്ടോ. പിന്നെ എപ്പോൾ നമുക്ക് ചോദിച്ചാലും നമ്മളുടെ മൈൻഡിൽ അത് ഉണ്ടാവും. അപ്പോൾ SCRTയും ടഫ് സബ്ജക്റ്റും പഠിക്കുക. ബോറടിക്കുകയാണെങ്കിൽ മാത്രം നമുക്ക് ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റ് എടുത്ത് ഒരു 5-10 മിനിറ്റ് പഠിക്കാം. അത്രയാണ് ഞാൻ ചെയ്തിട്ടുള്ള ടിപ്സ് കേട്ടോ. രാവിലെ ആക്റ്റീവായിരുന്നു പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ടുള്ള ടിപ്സാണിത്. അപ്പോൾ രാവിലെ നേരത്തെ എഴുന്നേൽക്കാൻ നിങ്ങൾ ഞാൻ പറഞ്ഞ പോലത്തെ ടിപ്സൊക്കെ ചെയ്ത് നോക്കൂ. ഉറപ്പായിട്ടും മാറ്റം കാണും. അതേപോലെ തന്നെ നമ്മുടെ എക്സാമിലും മാർക്കിലും എല്ലാം ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മൾ ചെയ്യണമെങ്കിൽ രാവിലെ നേരത്തെ എഴുന്നേൽക്കണം എന്നുണ്ടെങ്കിൽ രാത്രി നേരത്തെ കിടക്കണം. അപ്പോൾ എല്ലാവരും മൊബൈൽ ഫോൺ യൂസ് കുറച്ചിട്ട് രാത്രി പെട്ടെന്ന് തന്നെ കിടന്നുറങ്ങാട്ടോ. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ടൈം ഇരിക്കരുത്. രാത്രി പെട്ടെന്ന് തന്നെ ഒരു 10-10:30 ആകുമ്പോൾ കിടന്നാൽ നമുക്കൊരു 4-4:30-5 മണി ആ ഒരു ടൈം ക്രമീകരിച്ചിട്ട് എണീക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. രാവിലെ ഒത്തിരി ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് രാവിലെ എഴുന്നേറ്റ് പഠിക്കുമ്പോൾ ഒരു എനർജി കുറവുണ്ടാവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. രാത്രി നേരത്തെ കിടക്കുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. ഇതൊക്കെയാണ് ഞാൻ ഫോളോ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ടിപ്സൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കൺ കൂടി ഓൺ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ബൈ.